ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിനും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ നമുക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരുന്നില്ലേ? മാർക്കറ്റ് എങ്ങോട്ട് പോകും, എങ്ങനെ തുറക്കും, ഏതൊരു ഡയറക്ഷൻ ഇല്ലാത്ത ഒരു മാർക്കറ്റായിരുന്നു. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നടത്തിയത്. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊരു ധാരണയില്ലായിരുന്നു മാർക്കറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത മാർക്കറ്റിനെ നമ്മൾ പേടിക്കണം. എന്നെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഒരു പക്ഷേ താഴോട്ട് വരും. താഴോട്ട് വന്നതിന് ശേഷം നമുക്ക് എന്താണ് ആദ്യത്തെ 15 മിനിറ്റ് നിർണായകമാണ്. 15 മിനിറ്റിന് ശേഷമേ നമുക്കൊരു ട്രെൻഡ് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ രാവിലെ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കാം. ഇന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിന്നെ ഞാൻ പറഞ്ഞ് എൻ്റെ വായിൽ വെള്ളം പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് സുന്ദരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ധാരാളം, പ്രത്യേകിച്ച് വീട്ടമ്മമാർ ധാരാളം പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. കാരണം അവരൊക്കെ കുത്തിയിരുന്ന് പ്രൈസ് ആക്ഷൻ കണ്ടവരാണ്. അപ്പോൾ പ്രൈസ് ആക്ഷൻ കണ്ട് പഠിച്ചവർ വൃത്തിയായിട്ട് ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ലൈവായിട്ട് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയും ചെയ്തു നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക്, അല്ലേ? നമുക്കതൊന്ന് ചിന്തിക്കാം. വൈകിട്ട് നിങ്ങൾക്കൂടെ നമ്മളെ ഗ്രൂപ്പിലില്ലാത്തവർ അറിയണമല്ലോ, അവർ മാത്രം അറിഞ്ഞാൽ പോരായല്ലോ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ സംഭവിച്ചത്, നമ്മുടെ വരകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു, അല്ലേ? അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞത് എന്താണ്? നമുക്കൊരു അപ് ട്രെൻഡ് വരണമെന്നുണ്ടെങ്കിൽ 26,011 കടക്കണം, ഇല്ലേ? താഴോട്ടാണെന്നുണ്ടെങ്കിൽ 25,935 ബ്രേക്ക് ചെയ്യണം. ഈ 2 ലെവൽ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ട്രേഡ് ഇല്ല. ഞാൻ വളരെ അസന്നിഗ്ധമായിട്ട്, വളരെ കർക്കശമായിട്ട് നിങ്ങളോട് പറഞ്ഞു, അല്ലേ? നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മോളോട്ട് മാത്രമേ ട്രേഡ് ഉള്ളൂ. ഈ 25,010 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഈ 25,935 കടന്നു പോകണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു, ഇല്ലേ? മാർക്കറ്റ് താഴെ പോയി, അതിന് ഒരു ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിൽ താഴെ പോയി. അതിനുശേഷം മാർക്കറ്റ് അതുപോലെ തന്നെ തിരിച്ച് കയറിയതിന് ശേഷം ഓരോ പ്രാവശ്യവും മാർക്കറ്റ് വീഴാൻ ശ്രമിക്കുമ്പോഴും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ക്യാൻഡിലുകൾ, അപ്പോൾ നമ്മളെപ്പോഴും ഒരു നല്ല ട്രേഡർ എപ്പോഴും ക്യാൻഡിലുകളെ പഠിക്കാൻ ശ്രമിക്കണം. ആ ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ആ ക്യാൻഡിലിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ആ ക്യാൻഡിലിൻ്റെ ആകൃതി, അല്ലാതെ അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെയുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. സ്ഥിരമായി നിങ്ങൾ ചാർട്ടുകൾ കാണുമ്പോഴേ ഓരോ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെയും സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കുക, ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ടോ, എന്താണിത്? റിജക്ഷനാണ്, അല്ലേ? താഴോട്ട് മാർക്കറ്റിനെ പുഷ് ചെയ്തെങ്കിലും എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് അവിടെ നിന്ന് ഉയർത്തിനേറ്റ് പിന്നെയും ചാടി ഒരു ബൈയിങ് പ്രഷർ ക്രമേണ ഉണ്ടായി വരുവാണ്, അല്ലേ? അങ്ങനെ അതിന് ശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി, ഇല്ലേ? മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് നടത്തി. ഇത് നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഫുൾ ബോഡി ക്യാൻഡിലായിരുന്നു ഇത്. ഒരു 5 മിനിറ്റിൻ്റെ ഫുൾ ബോഡി ക്യാൻഡിലായിരുന്നു. ഈ ഫുൾ ബോഡി ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ മേളിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ വന്ന് നമ്മുടെ ലെവലിൽ ക്രോസ് ചെയ്തു. 26,010 എന്ന് പറഞ്ഞ ലെവലിൽ നമ്മൾ ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കൺഫ്യൂഷനാണ്. പലരും ഇത് ബ്രേക്ക് ഔട്ട് നടത്തിയപ്പോൾ ചാടി കയറി ഇവിടെ ട്രേഡ് എടുത്തവരുണ്ട്. അങ്ങനെയല്ല നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. നമുക്കൊരു കൺഫർമേഷൻ വേണം. ചുമ്മാതെ എവിടെയെങ്കിലും കൊണ്ടിട്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കൺഫർമേഷൻ വേണം, മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളതിന്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണം? നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം ഇവിടെ എന്താണ്, നമുക്കിവിടെ ട്രേഡ് ഇല്ല. കാരണം എന്താണ്? ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി, പക്ഷേങ്കിൽ മേളിൽ നിന്ന് സെല്ലിംഗ് പ്രഷർ ഉണ്ടായി. മാർക്കറ്റ് എന്ത് ചെയ്തു? താഴോട്ട് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കൺഫർമേഷൻ ഇല്ല, എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ മാർക്കറ്റ് 26,010 മുകളിൽ തന്നെയാണ് ബോഡി ക്ലോസ് ചെയ്തേക്കുന്നത്, അല്ലേ? അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കണം എന്താ സംഭവിക്കുന്നത്. ഈ അടുത്തൊരു ക്യാൻഡിൽ, ഇത് ലൈവായിട്ട് കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതെന്തായിരുന്നു സംഭവിച്ചെന്നുള്ള കാര്യം. ഈ ക്യാൻഡിൽ ആദ്യം വീണപ്പം നേരെ താഴോട്ടാണ് പോയത്. ഈ ക്യാൻഡിൽ നേരെ താഴോട്ട് പോയി. ഒരു റെഡ് ക്യാൻഡിലായിരുന്നു. ഇവിടുന്ന് സെല്ലിംഗ് പ്രഷർ വന്ന് ഇതൊരു റെഡ് ക്യാൻഡിലായിരുന്നു. ആ റെഡ് ക്യാൻഡിൽ ഫോം ആയതിന് ശേഷം, ഈ ക്യാൻഡിൽ താഴെ പോയതിന് ശേഷം ഇവിടുന്ന് തിരിച്ച് കയറി വന്ന ക്യാൻഡിൽ, ഇത് കറക്റ്റ് ലൈവായിട്ട് കണ്ടവർക്കറിയാം. താഴെ വരെ ഈ റെഡ് ക്യാൻഡിൽ ഇവിടം വരെ പോയി. ഈ സാധനം റെഡായിട്ടാണ് പോയതിന് ശേഷം ഇവിടുന്ന് ബയേഴ്സ് ആക്റ്റീവായിട്ട് മാർക്കറ്റിനെ ഇതിനെ മുകളിലോട്ട് പുഷ് ചെയ്തു.
മുകളോട്ട് പുഷ് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തു. അത് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോഴേ നമുക്ക് ലൈവായിട്ട് കാണുമ്പോഴേ കറക്റ്റ് ഒന്നുകൂടെ നമുക്കൊരു വിശ്വാസ്യത വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാഫ് ഇതായിട്ട് തോന്നത്തുള്ളൂ. പക്ഷേ ഇത് ലൈവായിട്ട് കാണുമ്പോൾ താഴെ പോയ മാർക്കറ്റിനെ അതുപോലെ തന്നെ പുഷ് ചെയ്ത് മുകളിൽ കൊണ്ടുവന്ന് ഒരു നമ്മുടെ ട്രെൻഡ് ലൈനിൻ്റെ നമ്മുടെ സപ്പോർട്ടിൻ്റെ മുകളിൽ തന്നെ ഒരു ഗ്രീൻ ബോഡിയോടുകൂടെ എന്ത് ചെയ്തു, റിജക്ഷനോട് കൂടെ ഒരു ഗ്രീൻ ബോഡിയോടുകൂടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യിപ്പിച്ചു ഇല്ലേ. ഇതൊരു റിജക്ഷൻ പ്ലസ് ഒരു നല്ല ബൈ വോളിയം ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രേഡ് എടുക്കാൻ പറ്റും ഇല്ലേ. ട്രേഡ് എടുക്കുമ്പോൾ തന്നെ അവൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, ഈ വീക്ക്. അതിനുശേഷം നമ്മൾ വളരെ കൂളായിട്ടിരിക്കുക. സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ കൂളായിട്ടിരുന്നു. ആദ്യം കുറേ ഇവിടെ കടന്ന് ആടി കളിച്ച് ഒരു ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ വന്നു. ഇവിടെ കാണുമ്പോഴേ പലപ്പോഴും ഇവിടെ ചാടി ഇറങ്ങും ആൾക്കാർ. ആണ് മാർക്കറ്റ് പൊട്ടി, ഇത് ഇവിടെ റെഡ് കണ്ടവർ ഈ റെഡ് കാണുമ്പം എന്ത് ചെയ്യും, അവർ പേടിച്ച് ചാടി ഇറങ്ങും. അവിടെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൃത്യമായ എൻട്രിയും ഒരു കൃത്യമായ എക്സിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇവിടെ റെഡ് ക്യാൻഡിൽ വന്നു, ഒന്നും സംഭവിച്ചില്ല. അടുത്ത ഗ്രീൻ ക്യാൻഡിൽ വന്നു, പിന്നെ 2-3 പ്രാവശ്യം അവിടെ ഒരു ഡോജ് പോലെ ആടി കളിച്ചു. അതിനുശേഷം നല്ലൊരു അപ് ട്രെൻഡ് കിട്ടി. അത് നമുക്ക് പിന്നെ ടാർഗറ്റ് 26,061 വരെ ഉള്ളൂ. പക്ഷേ അതും കടന്ന് 26,100 വരെ ആ ഒരു പോക്ക് പോയി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതൊന്ന് റീപ്ലേ ചെയ്ത് കാണിക്കാം നിങ്ങളെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് നോക്കട്ടെ. നമുക്കൊന്ന് റീപ്ലേ ചെയ്ത് നോക്കാം. ഇതാ ഇവിടെയല്ലേ. പക്ഷേ ഇത് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലായതുകൊണ്ട് അത്രയ്ക്ക് വലുതായിട്ട് കിട്ടത്തില്ല. എങ്കിലും ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ കേട്ടോ. ഒരു ക്യാൻഡിൽ വീണു, 2 ക്യാൻഡിൽ, ഇതൊക്കെ റിജക്ഷൻ ക്യാൻഡിൽ. മൂന്നാമത്തെ ക്യാൻഡിലൂടെ വീണു, അടുത്ത ക്യാൻഡിൽ വീണു. നോക്കി എന്താ സംഭവിച്ചത് നോക്കിക്കോ. കണ്ടോ, കറക്റ്റ് നമ്മളുടെ 26,100 പോയി എന്ത് ചെയ്തു, 26,100 പോയിട്ട് കറക്റ്റായിട്ട് റിജക്റ്റ് ചെയ്തു അല്ലേ. കൃത്യമായിട്ട് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തു. അപ്പം നമുക്ക് ഒരു സൂപ്പർ എൻട്രി ഇവിടെ കിട്ടി ഇല്ലേ. നമുക്കൊരു സൂപ്പർ എൻട്രി കിട്ടി. ആ എൻട്രി എടുത്ത് ധാരാളം ആൾക്കാരുണ്ട്. ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞായിരുന്നു, നമുക്കിവിടെ വട്ടം വരച്ചിട്ട് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം നിങ്ങൾ എത്ര പേര് നിങ്ങൾ ഈ എൻട്രി എടുത്തു എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, പ്രൈസ് ആക്ഷൻ പഠിച്ചോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ എൻട്രി വരച്ച് കാണിച്ചപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര പേര് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് നിങ്ങളെനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് നമുക്ക് ഇവിടം വരെ ഉള്ളൂ, ടാർഗറ്റ് നമുക്ക് ഇവിടം വരെ ഉള്ളൂ, ന്യായമായിട്ടുള്ള പ്രോഫിറ്റ്. അതിനുശേഷം ഹോൾഡ് ചെയ്തവർക്ക് കിട്ടിക്കാണുമായിരിക്കും, അത് നമ്മുടെ വിഷയമല്ല. അതിനുശേഷം നെക്സ്റ്റ് ട്രേഡ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ട്രേഡ് നമ്മുടെ കറക്റ്റ് 26,100 പോയി തട്ടി മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. അത് നോക്കിക്കേ, എന്താണിത്, റിജക്ഷൻ ക്യാൻഡിൽ വിത്ത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. നമ്മുടെ ആസ് പെർ പ്രൈസ് ആക്ഷൻ പ്രകാരം ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു റെസിസ്റ്റൻസിൻ്റെ താഴെ എന്ത് ചെയ്തു, ക്ലോസിങ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യും, മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്, ഈ ലൈനിൻ്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് ഇല്ലേ, കുഞ്ഞു സ്റ്റോപ്പ് ലോസ്. പക്ഷേ കിട്ടുന്ന ടാർഗറ്റോ അടിപൊളിയായിരിക്കും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി. പിന്നെ ഹോൾഡ് ചെയ്യുവാണ് നല്ല സുന്ദരം ഒരു ക്യാൻഡിൽ വന്നു. വീണ്ടും കറക്റ്റ് 26,011 വന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ. 26,017 വന്ന് മാർക്കറ്റ് കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തു ഇല്ലേ. നോക്കിയേ, അതേ പോയിന്റ് തന്നെ 26,017 വന്ന് മാർക്കറ്റ് ആ ഏരിയ തന്നെ വന്ന് ക്ലോസ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ചു പോയി. അപ്പോൾ അത് നമ്മുടെ വിഷയമല്ല, അതൊക്കെ പോട്ടെ. ഞാൻ ജസ്റ്റ് നമുക്കൊരു 2 ഓപ്പർച്യൂണിറ്റി, ഈ 2 ഓപ്പർച്യൂണിറ്റി മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത് കട്ടി കളഞ്ഞേക്ക്, ഇതിന് ആവശ്യമില്ല. ഇനിയിപ്പോൾ റീപ്ലൈയുടെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം മാർക്കറ്റ് അവിടെ നിന്ന് നോക്കിക്കേ, കറക്റ്റ് നമുക്ക് ഈ ഒരു എൻട്രി, ഈ ഒരു 2 എൻട്രിയുടെ ആവശ്യമുള്ളൂ.
ഈ എൻട്രി കിട്ടി, നേരെ തിരിച്ച് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ അടുത്ത ലെവൽ വരെ വന്നു, സുന്ദരമായിട്ട് 2 പ്രോഫിറ്റ്. പിന്നെ അവസാനം ഈ സെൻസെക്സ് എക്സ്പയർ ചെയ്ത് അതിൻ്റെ ഹംഗാമായി കണ്ടത് മുഴുവൻ. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, കഴിവതും നിങ്ങൾ ആദ്യത്തെ 2 മണിക്കൂറിനകം നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഒരിക്കലും മാർക്കറ്റിനെ ഒരു ഗ്യാംബ്ലിംഗ് സ്ഥലമാക്കി മാറ്റരുത്, ഒരു ചൂതാട്ട കേന്ദ്രമാക്കരുത്. നമ്മൾ മാർക്കറ്റിനെ അങ്ങനെ സമീപിക്കരുത്. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ IT-കാർ, ഇൻകം ടാക്സുകാർ കണക്കാക്കുന്നത് ഇതൊരു ബിസിനസ്സായിട്ടാണ്. അപ്പോൾ ആ ബിസിനസ്സിനെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ രീതി തന്നെ വേണം ഇതിനെ കണക്കാക്കാൻ. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്, ഫസ്റ്റ് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി, അത് കഴിഞ്ഞ് കിട്ടിയവരും കൊണ്ട് വീട്ടിൽ പോയവർ ധാരാളം. അല്ല, രണ്ടാമതൊരു ഇവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടാത്തവർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ആ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്തവർ അത് മേടിച്ചിട്ട് വീട്ടിൽ പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സമയം ഇപ്പോൾ എന്തായി, 11:50, 12 മണി ആയതേ ഉള്ളൂ. ഈ 12 മണി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ പോകാൻ പറ്റും. ഒന്നുകിൽ ഇവിടെ ഒരു പ്രോഫിറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രോഫിറ്റ് എടുക്കാം. അതിനുശേഷം ഇവിടെ സെൻസെക്സിൻ്റെ എക്സ്പയറി ഹംഗാമ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിച്ച് പ്രീമിയം ഒരുക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്കറിയാം എൻ്റെ സംസാരം നിങ്ങളെ വെറുപ്പിക്കുന്നുണ്ടെന്നറിയാം. കാരണം പലരും ലെവലിന് വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ ലെവൽ മാത്രം മേടിച്ചിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ആ ലെവലുകളിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കാതെ വല്ല കാര്യമുണ്ടോ? ഒരു ആയുധം കൈ കിട്ടിയാൽ ആ ആയുധം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാതെ അതുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിവതും ആദ്യത്തെ 2 മണിക്കൂറിനകം നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ആ 2 മണിക്കൂറിനകം നിങ്ങൾക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ലൈവ് മാർക്കറ്റ് ഇരിക്കുന്നെങ്കിൽ ഇരുന്നു, പക്ഷേ നിങ്ങൾ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് മാത്രമേ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അടച്ചു വെച്ചിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുക, വൈകുന്നേരം വന്നിട്ട് റിവൈസ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഞാനിവിടെ പഠിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടെന്നും പറഞ്ഞ് ഗ്രൂപ്പിനകത്തിൽ കോൾ കൊടുക്കൽ പരിപാടിയോ പുട്ട് കൊടുക്കൽ പരിപാടി, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന പരിപാടി ഒന്നുമില്ല. എൻ്റെ എയിമെന്ന് വെച്ചാൽ ഞങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ എയിം അതാണ്, പഠിപ്പിച്ച് നിങ്ങളെ വിജയത്തിൻ്റെ പാതയിലെത്തിക്കുക. എനിക്കത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ യാതൊരു ലക്ഷ്യമില്ല. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, കോൾ മേടിച്ച് നിങ്ങൾ എത്ര നാൾ ജീവിക്കും? എൻ്റെ നിന്നായാലും X or Y, ആരുടെ നിന്നായാലും നിങ്ങൾ കോൾ മേടിച്ച് എത്ര നാൾ മുന്നോട്ട് പോകും? അതേസമയം സ്വയമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും, അത് നിലനിൽക്കും. അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത്, വിദ്യ ആർക്കും തട്ടിപ്പറിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിലുള്ള സ്വർണമോ ആഭരണമോ അല്ലെ സ്ഥലമോ വീടോ ഒക്കെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള വിദ്യ, നിങ്ങൾ സ്വായത്തമാക്കിയ വിദ്യ ഒരു മനുഷ്യനും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് നിങ്ങൾ മരിക്കുന്നതിന് വരെ നിങ്ങളുടെ കൂടെ കാണും. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു വിദ്യ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും നാളും വന്നു പരാജയമായി കാശ് മുഴുവൻ പോയി ഇങ്ങനെ തലതല്ലി കരയുന്നവരാണ് നിങ്ങളിൽ പലരും. ഓക്കെ, അതിനകത്തിന് ചെറിയൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിന്ന് പോകാൻ പറ്റത്തില്ല. അത് അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുക. അതല്ലാതെ വേറെ ഒരു രക്ഷയില്ല. പഠിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആജീവനാന്തകാലം സ്റ്റോക്ക് മാർക്കറ്റ് രക്ഷപ്പെടും. ഓക്കെ, ആ സെബി പറയുന്ന 10ൽ 9 പേരും പരാജയം എന്ന് പറയുന്ന, 9അല്ല 100ൽ 93 പേരും പരാജയം എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ പെടാതെ ബാക്കിയുള്ള 7 പേരിൽ ഒരാളാകാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്ക് എന്താ സംഭവം? നാളെ നമ്മുടെ മുന്നിൽ ഞാൻ ക്യാപ്ഷനിൽ എഴുതിയ പോലെ തന്നെ നാളെ നമുക്ക് RBI പോളിസി ഉണ്ട്, RBI മോണിറ്ററി പോളിസി ഉണ്ട്. അതുപോലെ തന്നെ പുടിൻ ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കരാറുകളാണ് ഒപ്പിടുന്നത്, ഇന്ത്യക്ക് എന്തൊക്കെ നേട്ടം ഉണ്ടാകും, അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും, ഏതൊക്കെ കമ്പനികൾക്ക് ഫേവർ ഉണ്ടാകും എന്നൊക്കെയുള്ളത് ഇന്ന് രാത്രിയിലും നാളെയുമായിട്ട് നമുക്ക് പല കാര്യങ്ങൾക്കൂടെ അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ RBIയുടെ മോണിറ്ററി പോളിസി നാളെ 10 മണിക്കുണ്ട്. അപ്പം അത് പലരും അനലിസ്റ്റുകൾ പറയുന്ന റേറ്റ് കട്ട് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കുറച്ച് പേര് പറയുന്നത് കട്ട് ചെയ്യും, കാരണം RBI ഗവർണർ നേരത്തെ ഒരു ഹിൻഡ് തന്നായിരുന്നു റേറ്റ് കട്ട് ചെയ്യുമെന്ന്. അപ്പം നമുക്കറിയത്തില്ല കട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തായാലും നാളെ ഒരു ഇവൻറ്റ്ഫുൾ ഡേ ആണ്. ഓക്കെ, പുടിൻ നമ്മുടെ നാട്ടിലുണ്ട്, RBIയുടെ മോണിറ്ററി പോളിസി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വോളറ്റൈലായിരിക്കും മാർക്കറ്റ്. കഴിവതും നിങ്ങൾ RBI പോളിസി വരെ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി നാളെ നമുക്കുള്ള ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26.061 ഈ 26.061 കടന്നാൽ നമുക്ക് ഫർദറായിട്ട് 26.147 വരെ കാണാൻ പറ്റും.
ഓക്കെ, അതും കടന്നു പോയാൽ 26,200 എടുത്തിട്ട് നമുക്ക് പഴയ നമ്മുടെ ഓൾ ടൈം ഹൈ ഉണ്ട്. ഓക്കെ, ഓൾ ടൈം ഹൈ 26,200 എടുത്തിട്ടാണ്. അതായത് ഞാൻ ഓൾ ടൈം ഹൈ ആയിട്ട് കണക്കാക്കുന്നത് ഈ നമ്പറിനെയാണ്, 26,200 എടുത്തിട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നാളെ ഒരു പോസിറ്റീവ് മൊമെൻ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 260 ഇവിടം വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ 147 കടന്നാൽ ഷോർട്ട് കവറിങ് ആരംഭിക്കും. 147 കടന്ന് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷോർട്ട് കവറിങ് നടക്കും. ആ ഷോർട്ട് കവറിങ് മാർക്കറ്റിനെ 26,278 വരെ കൊണ്ടുപോകും. ഓക്കെ, അതിന് എന്താ സംഭവിക്കേണ്ടത്? നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ 26,061 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ഓക്കെ, അല്ല ഇനി താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതുപോലെ തന്നെ 25,935 ബ്രേക്ക് ചെയ്ത് താഴെ പോകണം. അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് നേരെ മാർക്കറ്റ് തിരിച്ചു പോകണം. ഓക്കെ, ഈ ലൈൻ ഇനിയും വേണ്ട. മനസ്സിലായല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിനെ കുറച്ചൊക്കെ താഴോട്ട് പുഷ് ചെയ്ത് റിലയൻസ് ആണ്. റിലയൻസ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല അപ്സൈഡ് ആയിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവസാന നിമിഷം റിലയൻസ് എന്ത് ചെയ്തു? പണി തന്നു. കുറേ നാളുകളായിട്ട് റിലയൻസ് വൺ വേ റാലി ആയിരുന്നു. അതിനുശേഷം ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യത്തിലുണ്ടായി. അതാണ് നിഫ്റ്റിയെ കുറച്ചെങ്കിലും താഴോട്ട് വലിച്ചത്. അതുപോലെ തന്നെ ബാങ്കും ഒന്നും സഹകരിച്ചില്ല. ബാങ്കുകാരെല്ലാവരും നെഗറ്റീവായിരുന്നു. HDFC ആയാലും ICICI ആയാലും കോട്ടക് ആയാലും എല്ലാവരും നെഗറ്റീവിലായിരുന്നു. നമ്മളെ താങ്ങി നിർത്തിയത് TCS ഇൻഫി മാത്രമായിരുന്നു. ഇവർ രണ്ടുപേരുടെയും ബലത്തിൽ മാത്രമാണ് ഇന്ന് മാർക്കറ്റ് കുറച്ചെങ്കിലും ഒന്ന് നിന്ന്. അല്ലെങ്കിൽ ഇവരൂടെ സഹകരിച്ചില്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സത്യം പറഞ്ഞാൽ 100-200 പോയിന്റ് പൊട്ടി തകർന്നതിന്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് വളരെ ശോകമായിരുന്നു. നമ്മൾ നോക്കിക്കേ, വൺ വേ റാലിയായിരുന്നു. താഴോട്ടുള്ള വൺ വേ റാലിയായിരുന്നു ഇല്ലേ? കറക്റ്റ് നമ്മുടെ പോയിന്റിലെത്തി. നമുക്ക് ചെറിയൊരു അപ്സൈഡ് രാവിലെ തന്നതിന് ശേഷം നല്ല പോലെ ഫോളായിരുന്നു. കാരണം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, HDFC എല്ലാവരും ഒരുപോലെ HDFC, ICICI, കോട്ടക്കും, ആക്സിസും, SBI എല്ലാവരും ശോകമായിരുന്നു. അവസാന നിമിഷമാണ് ചെറിയൊരു അപ്സൈഡ് നമുക്ക് കിട്ടിയത്. ആ ഒരു ഷോർട്ട് കവറിങ്ങിനകത്ത് കിട്ടിയ ഒരു റാലിയാണ്. അപ്പോൾ നാളെ എന്താ സംഭവിക്കും? നാളെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തിൽ അപ്സൈഡ് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ 59,546 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കകത്തിലൊരു അപ്സൈഡ് മൊമെൻ്റേ ഉള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും. കാരണം ഓൾ ടൈം ഹൈയിൽ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെവലിനകത്ത് നോക്കുക, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ 59,040 ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ 59,326 അല്ല 59,546 ബ്രേക്ക് ചെയ്യണം. ഈ ലെവലിലാണ് ഇത്. ഒന്നിൽ ഇത് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. രണ്ടിൽ ഏതെങ്കിലും ബ്രേക്ക് ചെയ്തെങ്കിൽ ആ സൈഡിലോട്ട് നമുക്കൊരു റാലി കിട്ടത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇന്ന് നല്ല രസമായിരുന്നു. മിഡ് ക്യാപ്പിൽ നോക്കിക്കേ, ഒരു മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തു, ഒന്നും മേലോട്ട് പുഷ് ചെയ്തു. മറ്റുള്ളവരൊക്കെ നെഗറ്റീവിൽ പോയപ്പോഴും മിഡ് ക്യാപ്പ് പോസിറ്റീവിലാണ് നിന്നിരുന്നത് അല്ലേ? പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ 13,956 പോയി റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് ഇനി പോരുമായിരുന്നു. നേരെ താഴോട്ട് ഇങ്ങനെ കുറഞ്ഞ് അരിഞ്ഞരിഞ്ഞ് വീഴുന്ന പറഞ്ഞിട്ടില്ല, അരിഞ്ഞരിഞ്ഞ് എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട് അരിഞ്ഞരിഞ്ഞ് വീണ് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉള്ളൊരു കേസ് സെറ്റപ്പ് ഉണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ചുമ്മാ എന്ന് വരച്ചിട്ടേക്കാം. അതായത് ഇവിടെ കിടന്നോട്ടെ മാർക്കറ്റ്. അപ്പോൾ നാളെ ഇവിടെ തട്ടി തിരിച്ചു പോവോ, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് താഴോട്ട് പോകുന്ന ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ കിടന്നോട്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നാളെ ഇനിയും നമുക്ക് മുകളിലോട്ടുള്ള അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ 13,908 ഈ ലൈൻ ക്രോസ് ചെയ്യണം. ഈ ലൈൻ ക്രോസ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 13,956 ടാർഗറ്റ് കിട്ടും. അതിന് ശേഷം പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിലോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കുക, എന്താണ് മാർക്കറ്റ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് ചാർട്ട് നോക്കി മാത്രം ട്രേഡ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നാളത്തേക്ക് പറയാനുള്ളത്. സെൻസെക്സിൻ്റെ കാര്യം, ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. നമ്മുടെ ലെവലുകളൊക്കെ ഏകദേശമൊക്കെ വർക്ക് ചെയ്യാൻ നോക്കിക്കേ. ഇന്ന് കറക്റ്റ് നമ്മുടെ ഇവിടെയാണ് ഓപ്പൺ ചെയ്ത് ഒരു ഹംഗാമായിരുന്നു. അത്രയും ഭാഗം മുകളിലോട്ട് പോയി. എത്ര പോയ മുകളിലോട്ട് അത്രയും ഭാഗം തന്നെ നേരെ താഴോട്ടും വന്നു. അവസാനം 85,131 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. 51,131 ഇവിടെ കാണിക്കുന്നതെങ്കിലും ഈ ലൈനിലാണ് ക്രോസ് ചെയ്തത് മാർക്കറ്റ്. 265 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 265 വെച്ചാൽ നമ്മുടെ ഈ ലൈനിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങൾ സെൻസെക്സിൽ നമുക്ക് അത്ര വലിയ ക്ലാരിറ്റി ഒന്നും പറയാനില്ല. എങ്കിലും ട്രേഡ് ചെയ്യുന്നവർ ലെവൽ നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എൻട്രി എടുക്കാനോ ഒക്കെ ഈ ലെവലുകൾ നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങളുടെ യുക്തി വഴി നിങ്ങൾ ഉപയോഗിക്കുക. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.